എന്തിനാണ് പഠിക്കുന്നത്? വെളിയിലുള്ള അഹങ്കാരികളെ ടെസ്റ്റ് നടത്തി കണ്ടെത്താൻ അല്ല. ഈ അടയാളങ്ങളൊക്കെ പഠിച്ചിട്ട് പുറത്താരൊക്കെയാണ് അധികാരിക്ക് കിബിറുണ്ട് എന്ന് കണ്ടെത്താനല്ല. പിന്നെന്തിനാണ് ഈ അടയാളങ്ങളും ലക്ഷണങ്ങളും പറയുന്നത്? ഞാനും നിങ്ങളും നമ്മുടെ സ്വന്തത്തിലേക്ക്, നമ്മുടെ ഉള്ളറയിലേക്ക്, തന്നിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ഈ ലക്ഷണങ്ങൾ എന്നിലുണ്ടോ ഇല്ലയോ എന്ന ആത്മവിചിന്തനം, ആത്മപരിശോധന നടത്താൻ വേണ്ടിയാണ് ഇത് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ പറയുന്ന അടയാളങ്ങളൊക്കെ, അല്ലെങ്കിൽ ഈ അടയാളങ്ങളിൽ ചിലത്, അല്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും നമ്മിലുണ്ടെങ്കിൽ, എന്നിലുണ്ടെങ്കിൽ, നിങ്ങളിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചികിത്സിച്ച് ഈ കിബിറെന്ന രോഗം മാറ്റുക തന്നെ വേണം. അല്ലെങ്കിൽ കിബിറോടെ മരിച്ചുപോയാൽ സ്വർഗം ഹറാം. ക്യാൻസർ പിടിച്ചു മരിച്ചാൽ, സബൂറോടെ മരിച്ചാൽ ആഖിറത്തിൽ ഷഹീദാണ്. വൃക്കകൾ തകരാറിലായി ഏറെ നാൾ ഡയാലിസിസിന് വിധേയനായി കഷ്ടപ്പെട്ട് അള്ളാഹു കൊടുത്ത ആ രോഗത്തെ ഗിഫ്റ്റായി സ്വീകരിച്ച് സബൂറായി മരിച്ചുപോയാല് പരലോകത്ത് ഷഹീദാണ്. എന്നാൽ ഹൃദയരോഗമായ അഹങ്കാരം പിടിപെട്ട് അതിൽ നിന്ന് മുക്തിയില്ലാതെ, ശമനമില്ലാതെ മരണപ്പെട്ടാൽ അവന്റെ പരലോകം നശിച്ചത് തന്നെ, പരാജയപ്പെട്ടത് തന്നെ. അള്ളാഹു അത് കൃത്യമായി പറഞ്ഞു. എത്ര ആയത്ത്, എത്ര ഹദീസ്. തിൽക്കദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വല്ലാഖിബതു ലിൽ മുത്തഖീൻ. നിങ്ങൾ കേട്ട ആയത്താണിത്. ഇടക്ക് കേൾക്കൽ നല്ലതാണ്. തിൽക്കദ്ദാറുൽ ആഖിറ, പരലോകത്തെ ആ ഭവനം, പരലോകത്തെ ആ മണിമാളിക, ആഖിറത്തിലെ കൊട്ടാരം. മുഫസ്സിറുകൾ അതിന് വ്യാഖ്യാനം എഴുതിയത് അയിൽ ജന്ന, സ്വർഗീയ തോപ്പുകൾ, സ്വർഗീയ വീടുകൾ. തിൽക്കദ്ദാറുൽ ആഖിറ, അവിടെയുള്ള സ്വർഗം, സ്വർഗത്തിലെ ഭവനം. നജ്അലുഹാ, നാം അതിനെ ഒരുക്കി വെച്ചത്, സ്വർഗം നാം സംവിധാനിച്ചു വെച്ചത്, തയ്യാറാക്കി വെച്ചത് ആർക്കാണെന്നറിയോ? ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ, ഭൂമിയിൽ അഹങ്കരിക്കാത്ത ആൾക്കാർക്ക്. നോക്കൂ നിങ്ങൾ, സ്വർഗം നിസ്കരിച്ചോൽക്ക്, നോൽമ്പോറ്റോൽക്ക് ഒന്നും അല്ല ഇവിടെ പറയുന്നത്. ഭൂമിയിൽ മേൽക്കോയ്മ നടിക്കാത്തവർക്ക്, പൊങ്ങച്ചം നടിക്കാത്തവർക്ക്, ഈഗോ പ്രകടിപ്പിക്കാത്തവർക്ക്, ലാ യുരീദൂന ഉലുവാ, അവർ മേൽക്കോയ്മ അവരുടെ ലക്ഷ്യാവൂല. ഇവിടെ ഇപ്പൊ എന്താ? നിസ്കരിക്കുമ്പോ മേലെയാകണം, ഹജ്ജ് ചെയ്യുമ്പോ മറ്റവനേക്കാൾ മേലെയാകണം. ഉംറ നീ എന്തോരം ചെയ്തു? 3 ഞാൻ 6 ചെയ്തില്ലേന്നാ. ഏയ് സക്കാത്ത് എത്ര കൊടുത്തു? അത്രേ, ഞാൻ ഇത്ര ചെയ്തില്ലേന്നാ. ഉലുവം ഫിൽ അർളി, ഭൂമിയിൽ മേൽക്കോയ്മ. അത് ആത്മീയ കാര്യത്തിലും, ഭൗതിക കാര്യത്തിലും, ആരാധനാ കാര്യത്തിലും, നന്മകളിലൊക്കെ ഈ മേൽക്കോയ്മ. ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി, ഇതുള്ളവർക്ക് സ്വർഗം ഹറാമാണ്. എന്തുകൊണ്ട്? അതില്ലാത്തവർക്ക് വേണ്ടിയാണ് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചത്. വലാ ഫസാദ, ഭൂമിയിൽ കുഴപ്പം ഉണ്ടാക്കാത്തവർ. കുഴപ്പം അവരെ ലക്ഷ്യമല്ല. മസ്ലഹത്ത്, യോജിപ്പ്, ഇണക്കം, സ്നേഹം. കാലുഷ്യവും ഛിദ്രതയും ഭിന്നിപ്പും പ്രതിസന്ധികളും സൃഷ്ടിക്കൽ അത് സ്വർഗാവകാശികളുടെ ലക്ഷണമല്ല. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, ഈ പറയുന്ന കാര്യം സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കാണ് അവസാനം നന്നായി മരിക്കാനാവുക. അള്ളാഹു നമ്മുടെ മരണം നന്നാക്കി തരട്ടെ, ഈമാനോടുകൂടിയാക്കി തരട്ടെ. അതിനെന്താണ്? ഈ വക കച്ചറ സ്വഭാവത്തിൽ നിന്നൊക്കെ ഒന്ന് രാജിയാകണം, ഒഴിവാകണം, എങ്കിലേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ അടയാളങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ
നേരെ അപ്പുറത്തേക്ക് നോക്കുക, ഇപ്പുറത്തേക്ക് നോക്കുക, മേലോട്ട് നോക്കുക, കീഴോട്ട് നോക്കുക. അവനുണ്ടോ? അതല്ല, എന്നിലുണ്ടോ എന്ന് ഞാൻ നോക്കുക, നിങ്ങളിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. 3 അടയാളം കിബ്രന്മാരുടെ, അഹങ്കാരികളുടെ 3 അടയാളങ്ങൾ പറഞ്ഞു. ഇനി 4-മത്തേത് വമിൻഹ അല്ലാ യസൂറ ഗൈറഹു, മറ്റുള്ളവരെ സന്ദർശിക്കാൻ മനസ്സ് സമ്മതിക്കാതിരിക്കൽ. ഒരാളെ വിസിറ്റ് ചെയ്താൽ, ഒരാളെ സിയാറത്ത് ചെയ്താൽ, ഒരാളെ സന്ദർശിച്ചാൽ അത് കൂലിയുള്ള കാര്യമാണ്, ആത്മീയമായി മെച്ചമുള്ള കാര്യമാണ്, മതപരമായി ദീനിയായി ഒരു നല്ല കാര്യമാണ് ഒരാൾ അങ്ങോട്ട് ചെന്ന് സന്ദർശിക്കുക എന്നുള്ളത്. അപ്പൊ അതിന് മനസ്സ് സമ്മതിക്കാതിരിക്കുക. അവൻ വേണമെങ്കിൽ ഇവിടെ വന്നോട്ടെ, ഞാൻ തൽക്കാലം അങ്ങോട്ട് പോകൂല, പോകാൻ ഒരു മനപ്രയാസം. മറ്റുള്ളവരെ അവിടെ ചെന്ന് സന്ദർശിക്കാൻ മനപ്രയാസം അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. അല്ലാ യസൂറ ഗൈറഹു, അല്ലേ? ഒരു നാട്ടിൽ ഒരു ആലിമ് വന്നു എന്ന് കേട്ടാൽ, അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു നല്ല തങ്ങള് വന്നു എന്ന് കേട്ടാൽ, ഒരു മുത്തഖി വന്നു എന്ന് കേട്ടാൽ, ഒരു സ്വാലിഹ് വന്നു എന്ന് കേട്ടാൽ, വിനയമുള്ള മുഅ്മിൻ എന്താ ചെയ്യാ? അവിടെ പോകും, സലാം പറയും, മുസാഫഹത്ത് ചെയ്യും, ദുആ വസിയത്താക്കും. എന്നാ കിബിറനാണെങ്കിലോ, ഞാൻ അയാളെ താങ്ങേണ്ട കാര്യം എന്താ എനിക്ക്? അയാളെ ജനങ്ങളൊക്കെ ബഹുമാനിക്കുന്നുണ്ട്, ചില മഹത്വമൊക്കെ ഉണ്ട്, എനിക്കുണ്ടല്ലോ കുറച്ചൊക്കെ മഹത്വം. അയാളെ പോലെ ഇൽമില്ലെങ്കിലും മാലുണ്ടല്ലോ, സമ്പത്തും അധികാരമൊക്കെ എൻ്റെ അടുത്ത്, അതുകൊണ്ട് ഞാൻ അവിടെ പോകൂല. ഈ തോന്നലുണ്ടോ? കിബിറാൻ. നാട്ടിൽ നിന്ന്, അയൽപക്കത്ത് നിന്ന്, ബന്ധുക്കളിൽ നിന്ന് ഒരാൾ ഹജ്ജിന് പോകുന്നു എന്നറിയുമ്പോ വിനയമുള്ള മുഅ്മിനാണെങ്കിൽ, ക്വാളിറ്റിയുള്ള സത്യവിശ്വാസിയാണെങ്കിൽ, അദ്ദേഹം യാത്ര പുറപ്പെടും മുമ്പ് അദ്ദേഹത്തെ ചെന്ന് കണ്ട് ദുആ വസിയത്താക്കും. പുണ്യമണ്ണിൽ ചെന്ന് ഈ സാധുവിനെ ഓർക്കണേട്ടോ. കിബിറുള്ളിലുണ്ടെങ്കിലും അവനല്ലേ പോണേ, വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് യാത്ര ചോദിച്ചോട്ടെ. ഏത്? അങ്ങനെയൊക്കെ ഉണ്ടേ നമ്മുടെ കൂട്ടത്തില്. ഇപ്പൊ ഹജ്ജിന് പോണ സമയമാണല്ലോ. അവനല്ലേ പോണത്, പോണെങ്കിൽ ഇവിടെ വന്ന് ചോദിച്ചു പൊക്കോട്ടെ, ഞാൻ തൽക്കാലം അവിടെ പോകില്ല. കിബിർ. വമിൻഹാ, അഹങ്കാരത്തിന്റെ ലക്ഷണമാണ് അല്ലാ യസൂറ ഗൈറഹു, മറ്റുള്ളവരെ സന്ദർശിക്കാൻ മനസ്സനുവദിക്കാതിരിക്കുക. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മുടക്കം വരുത്ത ഈ അഹങ്കാര ചിന്ത നന്മയെ മുടക്കുക. മഹാനരായ സുഫിയാനു സൗരി റഹിമഹുല്ലാഹ് ലോകം ആദരിച്ച ഇമാമാണ്. മദ്ഹബിന്റെ ഇമാമുകളുടെ സ്ഥാനത്തുള്ള മഹാരഥനാണ് സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം അബൂ ഹനീഫ തങ്ങളെപ്പോലെ, ഇമാമുന ഷാഫിഈ തങ്ങളെപ്പോലത്തെ പവറുള്ള ഇമാമാണ് ആര്? സുഫിയാനു സൗരി റഹിമഹുല്ലാഹ്. അദ്ദേഹം റംലത്ത് എന്ന നാട്ടിൽ വരുന്നു എന്ന് കേട്ടപ്പോൾ അക്കാലത്ത് ജീവിച്ചിരുന്ന റഈസുസ്സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാഹ് ആളെ വിടുകയാണ് സുഫിയാൻ തങ്ങളുടെ അരികിലേക്ക്. എന്തിന്? മഹാനെ, നിങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കൊക്കെ ഒന്ന് നസീഹത്ത് ചെയ്യണം, ഞങ്ങളോടൊന്ന് ഉപദേശിക്കണം, ഞങ്ങളെ നാട്ടിൽ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കൊരു ഉപദേശം തരണം എന്ന് പറയാൻ വേണ്ടി ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന ഹോജ സുഫിയാൻ എന്നവരെ അടുക്കലേക്ക് ആളെ വിടുക. റംലത്ത് എന്ന നാട്ടിലേക്ക് ദൂതൻ ചെന്നു, വിവരം പറഞ്ഞു. ഒരു താമസവുമില്ല, ഒരു മടിയുമില്ല. സുഫിയാൻ എന്നവർ പെട്ടെന്ന് വാഹനം കേറി ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്നവരുടെ മുന്നില് അദ്ദേഹത്തിന്റെ സദസ്സിൽ വന്നണയുകയാണ്. അപ്പോൾ സദസ്സിൽ ഉള്ള ആളുകൾ ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്നവരോട് ചോദിച്ചു, ലോകം ആദരിക്കുന്ന ഒരു മഹാപണ്ഡിത പ്രതിഭയെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയേ? നമ്മൾ അവിടെ പോയിട്ട് അദ്ദേഹത്തിന്റെ ക്ലാസ്സും നസീഹത്തും കേൾക്കല്ലേ വേണ്ടത്, എന്തിനാ ഇങ്ങോട്ട് നമ്മുടെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്? ഖാല അറത്തു അൻ അൻദുറ കൈഫ തവാലുഹു. ആ മഹാനായ പണ്ഡിതന്റെ, ഇമാമിന്റെ, മഹാജ്ഞാനിയുടെ വിനയം ലൈവായി എനിക്ക് കാണാൻ ഞാൻ ആശിച്ചു, ഉദ്ദേശിച്ചു. ഞാനത് കണ്ടു, നിങ്ങളും കണ്ടില്ലേ? ഒരു ദൂതനെ വിട്ടിട്ട് ഇതുവരെ ഒന്ന് വരാവോ, ഞങ്ങൾക്കൊന്ന് നസീഹത്ത് തരാന്ന് പറഞ്ഞപ്പോ അതിന് സൗകര്യമല്ല,
ഇൽമു എന്ന് പറഞ്ഞാൽ ഉള്ളവിടത്തേക്ക് പോകുക വേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ മസിൽ പിടിച്ച് നിന്നില്ലല്ലോ, ഇവിടെ വന്നില്ലേ. അദ്ദേഹത്തെ ഗുരുവാക്കാം, അദ്ദേഹത്തിൻ്റെത് കേൾക്കാൻ ധൈര്യമായിട്ട് ഇത് ബോധ്യപ്പെട്ടു. ആ വിനയം കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഒരാളെ സന്ദർശിക്കാനും ഒരാളുടെ അരികിലേക്ക് നന്മയ്ക്ക് വരാനും ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആളാണ് ബോധ്യയില്ലേ നിങ്ങൾക്കൊക്കെ. എനിക്കതൊന്ന് കണ്ണുകൊണ്ട് കൺകുളിർമണ്ടാകാൻ വേണ്ടി ആണ് ഞാൻ വിളിച്ചു വരുത്തിയത് എന്ന്. അപ്പൊ നമുക്കൊക്കെ ഒരു നന്മ കിട്ടുന്നിടത്തേക്ക് പോകാൻ ക്ഷണമൊന്നും വേണ്ട, അവിടെ പോയാൽ എന്തെങ്കിലും സവാബ് അള്ളാന്റെ ഭാഗത്ത് കിട്ടും. മടിയല്ല, മടി ഉണ്ടല്ലോ, അലസത, അതല്ല ഇത് കേട്ടോ. എന്റെ സ്റ്റാറ്റസിന് ഇപ്പൊ ഞാൻ അവിടെ പോവാന്ന് പറഞ്ഞാൽ അതാണ് അപകടം. അതുണ്ടോ ഇല്ലേ ഒന്ന് പരിശോധിച്ചൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാം. അടുത്ത മറ്റൊരടയാളം വമിൻഹാ അൻ യസ്തൻകിഫ മിൻ ജുലൂസി ഗൈരിഹി ബിൽ ഖുർബി മിൻഹു. ചില ആളുകളുടെ അരികിൽ ചെന്നിരിക്കാൻ, അവരെ തൊടാൻ, അല്ലെങ്കിൽ അവർ നമ്മെ തൊടുന്നത് മനസ്സിന് പ്രയാസം. ചില ആളുകൾ അടുക്ക പോയിരിക്കാൻ, അവരുമായിട്ട് അടുത്ത് നിൽക്കാൻ, അവരുമായി ടച്ച് ചെയ്യാനൊക്കെ ഒരു മാനസികമായ പ്രയാസം, കിബിറിന്റെ അടയാളം. ഉളു എടുത്ത് അകത്തെ പള്ളിയിലേക്ക് കയറി വന്നപ്പോ സൊഫിൽ ഗ്യാപ്പുള്ളടുത്ത് നോക്കുമ്പോ അത് ശരിയാവില്ല. പുറത്ത് നോക്കുമ്പോഴോ അവിടെ ഒരു ബായി, എന്നാ കുറച്ചേരം ഒരു തുപ്പാനൊക്കെ ഒരു പോക്ക്, അവിടെ ഫില്ലായപ്പോ പിന്നെ അവിടെ നിൽക്കുക. എന്താ അവിടെ ആ നിൽക്കാൻ ഇഷ്ടല്ല, ആളത്ര പിടിച്ചില്ല. അടുത്ത് നിൽക്കാനും ഇരിക്കാനും മനപ്രയാസം ചിലരെ. ഇതൊക്കെ അള്ളാന്റെ പടപ്പുകളാ. ചിലപ്പോ കാണാൻ അത്ര കോലൊന്നും ഉണ്ടാവില്ല, ഡ്രസ്സ് അത്ര പുതിയതൊന്നും ആവില്ല, കീറിയത്. ഇതൊക്കെ അള്ളാന്റെ പടപ്പുകളാ. അല്ല അവനെ എങ്ങനെയാക്കി, എന്നെങ്ങനെയാക്കി, ഇവൻ എങ്ങനെയാക്കി, അവൻ അങ്ങനെയാക്കി. ഇതാണ് മുഅ്മിൻ ചിന്തിക്കുക. കിബറനോ അതൊന്നും അവിടെ നിന്ന് ഇപ്പൊ എനിക്ക് പോയി നിൽക്കാൻ പറ്റില്ല. ഈ ചിന്താഗതി കിബറിന്റെ ലക്ഷണമാണ്. അതുപോലെ ഫഖീറിനും മിസ്കീനിനും കൈ കൊടുക്കാൻ പ്രയാസം. തന്നെ തൊടുന്നത് തൊട്ടാൽ വെറുപ്പ് പ്രകടിപ്പിക്കുന്ന തമ്പുരാൻ മനോഭാവം. ഒരു മന്ത്രി ഉണ്ടല്ലോ, എന്നെ തുടരുത്. ആരാധകരും അല്ലെ പാർട്ടി പ്രവർത്തകർക്ക് എന്നെ തുടരുത്. ഇത് കിബറാണ്, ഇത് കിബറാകുന്നു. 10 വർഷം മുത്ത് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത, സേവനം ചെയ്ത് കൂടെ നിന്ന മഹാനരായ അനസ് റളിയല്ലാഹു അൻഹു ഒരനുഭവം പറയുന്നുണ്ട്. മദീനയിൽ ഒരു അടിമ പെൺകുട്ടി ഉണ്ടായിരുന്നു. മനുഷ്യവർഗത്തിലെ ഏറ്റവും ലോ ക്ലാസ് വർഗമാണ് അടിമകൾ എന്നതില്ല. ആ ലോ ക്ലാസിനെ ഉയർത്താനും കൈപ്പിടിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വളർത്തിക്കൊണ്ടുവരാനുമാണ് അഷ്റഫുൽ ഖൽഖ് ശ്രമിച്ചത്. ഒരു അടിമക്കുട്ടി. അന്നത്തെ കാലത്ത് ഏറ്റവും ലോ ക്ലാസ് കമ്മ്യൂണിറ്റിയാണ് ആര്? അടിമകൾ, ഏറ്റവും തരം താഴ്ന്നവര്. ആ അടിമക്കൂട്ടത്തിൽപ്പെട്ട ഒരു അടിമ പെൺകൊടി ഇടക്ക് റസൂലിന്റെ തിരുഹളറത്തിൽ വന്ന് ആ പരിശുദ്ധമായ കരങ്ങൾ അവൾ കവരുമായിരുന്നു. അവൾ ആ കൈകളിൽ കേറി പിടിച്ച് ദീർഘനേരം പിടിവിടാതെ നിൽക്കുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂല് വൃത്തിയില്ലാത്ത ആ അടിമ പെൺകുട്ടി വന്നാൽ അവൾക്കായി കയ്യങ്ങ് ഒഴിഞ്ഞു വെച്ച് കൊടുക്കുമായിരുന്നു. അവൾ പിടിച്ചാല് റസൂലുള്ള ഇങ്ങോട്ട് ഒരിക്കലും വലിക്കൂല. എപ്പോഴാണോ ആ പെങ്കൊച്ച് കൈവിട്ടു പോകുന്നത് അതുവരെ ആ തിരുകരങ്ങൾ ആ അടിമ പെൺകുട്ടിക്ക് വിട്ടുകൊടുക്കുമായിരുന്നു എന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ. അവൾ എപ്പോഴാണോ കയ്യിൽ നിന്ന് വിടുന്നത് അപ്പോഴേ വലിക്കുള്ളൂ. അതുവരെ ആ അടിമ പെൺകുട്ടിക്ക് ആ കയ്യാണ്ട് കൊടുക്കും. അതങ്ങനെ റസൂലുള്ള മുസാഫഹത്ത് ചെയ്താൽ ആ ആൾ എപ്പോഴാണോ വലിക്കുന്നത് അതിന്റെ മുന്നേ വലിക്കൂലായിരുന്നു എന്നാ. ഇതാണ് രീതി. വമിൻഹാ അൻ യസ്തൻകിഫ മിൻ ജുലൂസി ഗൈരിഹി ബിൽ ഖുർബി മിൻഹു. മറ്റുള്ളവരുമായിട്ടുള്ള ടച്ചിങ്, അതിന്റെ പ്രയാസം അഹങ്കാരത്തിന്റെ അടയാളാണ്. മറ്റൊന്ന് വമിൻഹാ അല്ലാ യതആതാ ബിയദിഹി ശുഗ്ലൻ ഫീ ബൈതിഹി. സ്വന്തം കാര്യങ്ങൾ ചെയ്യാനൊരു മടി. വീട്ടിലെ കാര്യങ്ങൾ സ്വന്തം നമുക്ക് ആവശ്യമുള്ള നിസാരമായ കാര്യങ്ങൾ അത് ചെയ്യാൻ മടി. വീട്ടിലെ നിസാരമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മടി. അത് ചെയ്താൽ എന്തോ ആവുന്നുള്ള രീതിയിൽ നീ ചെയ്യാൻ നിന്നാലോ
അപ്പം ഞാൻ എൻ്റെ വീട് കടലുണ്ടിപ്പുഴയുടെ അടുത്താണ് എൻ്റെ വീട്. വല്ലപ്പോഴൊക്കെ ഭാര്യ തിരക്കിലാണെങ്കിൽ പിള്ളേരെ ഡ്രസ്സൊക്കെ എടുത്ത് ഞാനൊരു ബക്കറ്റിലിട്ട് കൊണ്ടുപോകുമ്പോൾ കുട്ടികൾ തടയും. മനുഷ്യന്മാർ കാണൂലേന്നേ, അത് കൊണ്ടുപോല്ലേന്നേ, അത് പിള്ളേരെ ഡ്രസ്സേ. അപ്പം ആകെ അറിയും, പപ്പടം കാച്ചാൻ പോലും അറിയില്ല കേട്ടോ. ചെറുപ്പത്തിലേ ഓതാൻ പോയതുകൊണ്ട് ഈ തുണി അലക്കാൻ അറിയും വൃത്തിയായിട്ട്. അത് ഞാൻ ഇന്നും ഞാൻ തന്നെ ചെയ്യൽ, ഒഴിവിട്ടിയാൽ വീട്ടുകാർക്ക് ചെയ്തും കൊടുക്കും. അപ്പൊ അത് ബക്കറ്റിലിടുമ്പോ മനുഷ്യന്മാര് കാണും പറഞ്ഞ പുള്ളിക്കാരത്തി തടയത് എന്തോ ഒരു അപരാധമെന്നാ ധാരണ. ഇതെനിക്കുണ്ടായാലും ഞാനത് ചെയ്യാൻ, കെട്ടിയോളോ സർവന്റോ കൂലിക്കാരോ ചെയ്യാൻ ഞാനത് ചെയ്യാ, അത് ശരിയല്ലല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ കിബിറിന്റെ അടയാളാണ്. അഹങ്കാരത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് നിസാരമായ വീട്ടുകാര്യങ്ങൾ ചെയ്യാനുള്ള മനപ്രയാസം. മഹാന്മാരൊക്കെ ഇത് ചെയ്തിരുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള്, ബഹുമാന്യരായ സ്വഹാബാക്കൾ, ലോകം കണ്ട മഹാരഥന്മാരായ ഇമാമുകൾ, ഇവരൊക്കെ സ്വന്തം കാര്യവും വീട്ടുജോലികളും ചെയ്തിരുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ചക്രവർത്തിയെ, ഭരണാധികാരിയെ? ആ മഹാനർ ഖലീഫയായ കാലത്ത് ഒരു വിരുന്നുകാരൻ വീട്ടിൽ വന്നു. അന്ന് അവിടെ സ്റ്റേ ചെയ്യാണ്, അന്ന് അവിടെ രാത്രി താമസിക്കാൻ വന്ന വിരുന്നുകാരൻ, ഗസ്റ്റ്. അത്താഴൊക്കെ കഴിച്ചപ്പോ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ തന്റെ ഡ്യൂട്ടിയിലാണ്. ഉറക്കം വരുന്നത് വരെ എഴുതാനുണ്ട്, ഒപ്പിടാനുണ്ട്, കത്തെഴുതാനുണ്ട്, എഴുതിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് വിരുന്നുകാരൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് വിളക്കണയാൻ പോവാണ്. വിളക്ക് എണ്ണ തീർന്ന് അണയാൻ പോവാണ്. നമുക്കറിയാലോ, ഇപ്പൊ മണ്ണെണ്ണ വിളക്കൊക്കെ പണ്ട് നമ്മൾ കത്തിച്ചിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയില്ല. എണ്ണ കഴിയുമ്പോ ഇങ്ങനെ അണഞ്ഞു പോവാ. എണ്ണ കഴിഞ്ഞ കാരണം വിളക്ക് അണയാൻ പോവാണ്. ഖലീഫയായ പ്രവിശാലമായ ഒരു ലോകത്തിന്റെ ചക്രവർത്തി, കിരീടം വയ്ക്കാത്ത ചക്രവർത്തിയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ എണീക്കുകയാണ്. ആ വിളക്ക് കൊണ്ടുപോയി എണ്ണ നിറച്ച് അത് കത്തിച്ചു കൊണ്ടുവരാൻ വേണ്ടി എണീറ്റപ്പോ വിരുന്നുകാരൻ വന്നിട്ട് തടഞ്ഞു. അമീറുൽ മുഅ്മിനീൻ, അങ്ങ് അവിടെ ഇരിക്കൂ, ഞാൻ ചെയ്യാം, അങ്ങ് അവിടെ ഇരിക്കൂ. ഉടനെ പറഞ്ഞു, ലൈസ മിൻ കറമിർ റജുലി അൻ യസ്തഖ്ദിമ ലൈഫഹു. ഒരു വിരുന്നുകാരനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുക എന്നത് മാന്യന്റെ സ്വഭാവമല്ല. അത് ശരിയാണ്. വിരുന്നുകാരൻ വന്നിട്ട് അയാളെ കൊണ്ട് എന്തെങ്കിലും പണി ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് പറ്റൂല, അവിടെ ഇരിക്കും. അപ്പൊ വിരുന്നുകാരൻ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഖാദിമുണ്ടല്ലോ, പ്രൈവറ്റ് സെക്രട്ടറി, മഹാചക്രവർത്തിയാണ്, പ്രധാനമന്ത്രിയാണ്, ഒരുപാട് രാജ്യങ്ങളുടെ അധികാരിയാണ് അന്ന്. അതുകൊണ്ട് പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടല്ലോ, ഞാൻ അവനെ വിളിച്ചേക്കാം. അപ്പോൾ അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു, അവനിപ്പോ ഉറങ്ങിയിട്ടേ ഉള്ളൂ, ജസ്റ്റ് പോയി ഉറങ്ങിയിട്ടുള്ള സാധുവിന്റെ ഉറക്കം എന്താവണ്ട, തടസ്സപ്പെടുത്തണ്ട, നിങ്ങളവിടെ സൈലന്റ് ആയി ഇരിക്കൂ എന്നും പറഞ്ഞ് ആ വിളക്ക് എടുത്ത് കൊണ്ടുപോയി എണ്ണ ഇരിക്കുന്ന ഭാഗത്ത് പോയി എണ്ണ ഒഴിച്ച് കത്തിച്ച് കൊണ്ടുവന്ന് വെച്ച് വീണ്ടും എഴുത്ത് തുടരാൻ ഒരുങ്ങവേ ആ ഗസ്റ്റ് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, അങ്ങ് എന്തിനാ ഇത് ചെയ്തത്? ഞാനുണ്ട്, എമ്പാടും ഖാദിമീങ്ങളുണ്ട്, ഇഷ്ടം പോലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അങ്ങ് എന്തിനാണ് ഇത് ചെയ്തത്? എന്താവശ്യമുണ്ടായിരുന്നു ഇതിന്? മഹാനവർകൾ അപ്പൊ പറഞ്ഞൊരു വാക്കുണ്ട്, ദഹബതു വഅന ഉമറു വറജഅതു വഅന ഉമറു മാ നഖസ മിന്നി ശൈഉൻ. ഞാൻ എണ്ണ എടുക്കാൻ വേണ്ടി വിളക്കും കൊണ്ടുപോയി, ഞാൻ ഉമറായിരുന്നു. അപ്പോ എണ്ണ നിറച്ച് വിളക്ക് കത്തിച്ചിട്ട് വന്നു, വഅന ഉമറു, ദേ ഉമർ തന്നെ ഇരുന്നു. മാ നഖസ മിന്നി ശൈഉൻ, ഒന്നും വീണു പോയിട്ടൊന്നുമില്ലല്ലോ. അപ്പോ ഈ പോക്കുകൊണ്ട് എന്തോ വീണുപോയ പോലെ ഉണ്ടല്ലോ നിങ്ങൾ വർത്താനം കേട്ടാല്. എനിക്കൊരു കുറവും പറ്റിയിട്ടില്ല, ഒരു ഡാമേജും പറ്റിയിട്ടില്ല. എങ്കിൽ കേട്ടോളൂ, ഖൈറുൻ നാസി മൻ കാന ഇൻദല്ലാഹി മുതവാളിഅ. ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാന്നറിയോ? അള്ളാഹുവിനെ ഓർത്ത് വിനയം കാണിക്കുന്നവരാണ്. അതുകൊണ്ട് ഇതൊന്നൊരു കുഴപ്പമില്ല, കുഴപ്പമായി കാണും വേണ്ട എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ. ഇതൊക്കെ ഒരു കുഴപ്പമായി കാണും. ഞാൻ ഓർത്തു പോവാണ്, ഞാൻ ഇവിടെ അല്ല, പെരുമ്പാവൂരല്ല, അതിന്റെ മുമ്പ് 2 സ്ഥലത്ത് ജോലി ചെയ്തിരുന്നു. ഒരു നാട്ടിൽ വഴല് പരമ്പര നടക്കുക. അപ്പോൾ വിവിധ ഉസ്താദുമാർ വന്ന് വഴല് സ്റ്റേജിൽ പറയാൻ. അപ്പൊ സ്ഥലം ഖത്തീബ് എന്ന നിലക്ക് ഞാൻ അവിടെ സ്റ്റേജിലുണ്ട്. ഉസ്താദ് ഇങ്ങനെ വഴല് പറഞ്ഞ് കത്തി കയറി തൊണ്ടൊക്കെ ഡ്രൈ ആയി കണ്ടപ്പോൾ ഒരു ഫ്ലാസ്കും ഒരു ഗ്ലാസ്സും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അതിൽ ഉസ്താദിന് ഇച്ചിരി ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് ഉസ്താദിന്റെ അടുത്തേക്ക് നീക്കി വെച്ചു. അപ്പൊ സംഘാടകരിൽ ഒരാളൊന്ന് ചെവിയിൽ, ഉസ്താദ് ആ പണി ചെയ്യാൻ പാടില്ലായിരുന്നു. ഓ സബുൽ മുബിഖാത്ത്, അത് ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ, പിന്നെ ഉസ്താദ് എന്തിനാണ് ആ വെള്ളം ആ ഫ്ലാസ്കിൽ നിന്ന് ഒഴിച്ചു കൊടുത്തത്? അപ്പൊ അത് പാടില്ല എന്നുള്ള ഈ ധാരണ ഉണ്ടല്ലോ, അതാണ് അഹങ്കാരം.
എന്താപ്പോ അത് ചെയ്താൽ എന്തെങ്കിലും കൊഴിഞ്ഞു പോവോ? വീട്ടുജോലികൾ ചെയ്യൽ നാണക്കേട് തോന്നുന്നുണ്ടെങ്കിൽ അത് കിബിറിന്റെ അടയാളമാണ്. ലോകത്തിന്റെ ഗുരു അഷ്റഫുൽ ഖൽഖ് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബായ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം വീട്ടിലേക്ക് വേണ്ട ചരക്കുകൾ, ഭക്ഷണ സാധനങ്ങൾ, മറ്റു നിത്യോപയോഗ വസ്തുക്കൾ പരസ്യമായി കമ്പോളത്തിൽ നിന്ന് വാങ്ങിച്ച് കയ്യിലും ചുമലിലും വഹിച്ച് പരസ്യമായി മദീനയിലൂടെ നടന്നു പോകാറുണ്ടായിരുന്നു. ആര്? ഇവിടെ ഒരു മീൻ പൊതി അല്ലെങ്കിൽ ഇറച്ചി പൊതി അതിങ്ങനെ തൂക്കി അങ്ങാടി കൂടി പോകുമ്പോ അതിപ്പോ എടാ എത്ര കാശ്? 1100 വെച്ച പുള്ളനെ ഞാൻ വിടാം, അല്ലെങ്കിൽ ഡ്രൈവറെ ഞാൻ വിടാം. ഞാനെന്ന മഹാനിപ്പ മീൻ പൊതിയും കൊണ്ട് എങ്ങനെയാണ് പോവാ? എടോ, അള്ളാന്റെ റസൂലിനേക്കാൾ വലുതല്ലല്ലോ ഞാനും നിങ്ങളും. ആണോ? ഒരു മീൻ പൊതി, ഇറച്ചിപ്പൊതി എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ കയ്യിൽ പിടിച്ച് കൊണ്ടുപോകുമ്പോ ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ അത് കിബിറിന്റെ അടയാളമാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബിൻ കറമല്ലാഹു വജ്ഹഹു തങ്ങള് ഖലീഫയായ കാലം, ഭരണാധികാരിയായ കാലം മഹാനവറുകൾ ഇത് ചെയ്യായിരുന്നു. ഫാത്തിമ ബീവിക്കും ഹസൻ ഹുസൈൻ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള സാധനം തലയിലും ചുമലിലൊക്കെ വെച്ചിട്ട് ആരെ? രാജ്യം ഭരിക്കുന്ന ചക്രവർത്തി അങ്ങാടിയിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ അത് കണ്ട് ചിലർ നെറ്റി ചുളിക്കും. ആരാ പീച്ച്? എന്തോരം ആൾക്കാർ നമ്മളൊക്കെ ഉണ്ടല്ലോ ചെയ്തു കൊടുക്കാൻ സേവനം. നെറ്റി ചുളിക്കുമ്പോൾ പറയും അദ്ദേഹം, ഈ പണി സ്വഭവനങ്ങളിലേക്ക് വേണ്ടത് ചുമന്നു കൊണ്ടുപോകുന്നവൻ ആ പണി ചെയ്യുന്ന കാരണം അയാളുടെ മാന്യത തകരില്ല. അയാൾ കേമനാണെങ്കിൽ ആ കേമത്തരത്തിൽ ഡാമേജ് പറ്റില്ല. അയാൾ എത്ര പദവിയുള്ള ആളാണെങ്കിലും ആ പദവിക്കൊരു ചോർച്ചയും സംഭവിക്കില്ല. പിന്നെയോ മറിച്ച് ഇങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു മുഅ്മിനിന്റെ ക്വാളിറ്റിയാണ്, വിനയം. ഒരു നഷ്ടവും മാന്യതക്കോ ഷറഫിനോ പദവിക്കോ ഒരു ഡാമേജും വരുത്തി തീർക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ പണി ചെയ്യൽ ഒരു മുഅ്മിനിന്റെ ക്വാളിറ്റിയാണ്, ഒരു സത്യവിശ്വാസിയുടെ അടയാളമാണ്, നന്മയാണ്, സൽഗുണമാണ് എന്ന് അലിയാർ തങ്ങള്. മഹാനരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു പ്രദേശത്തിന്റെ ഗവർണറായ കാലത്ത് സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, വീട്ടിലേക്ക് വേണ്ട വിറക് കെട്ട് തലയിൽ ചുമന്ന് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഗവർണർ താമസിക്കുന്നത് രാജ്ഭവൻ, അങ്ങനെയല്ലേ പറയല്? രാജ്ഭവനിലാണ് എല്ലാ സ്റ്റേറ്റിലും ആരുണ്ടാവുക? ഗവർണർ ഉണ്ടാവുക. അത് ഓരോ സ്റ്റേറ്റിന്റെയും ക്യാപിറ്റലിലാണ് രാജ്ഭവൻ. എന്താ രാജ്ഭവൻ എന്ന് പറഞ്ഞാൽ രാജാവിന്റെ വീട്. അവിടെയാണ് ഇപ്പൊ നമ്മളെ ഗവർണർ ഇരിക്കുക. ഗവർണർ പോസ്റ്റ് പറഞ്ഞാൽ അതാണ്. മറുവാന്റെ ഗവർണറായി ജോലി ചെയ്യുന്ന, സേവനം ചെയ്യുന്ന, അധികാരം കൈയാളുന്ന കാലത്ത് മഹാനരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീട്ടിലേക്കുള്ള വിറക് കെട്ട് വഹിച്ചിട്ട് ഇങ്ങനെ പോവാണ്. ഇത് ഞാൻ കണ്ടു എന്ന് സാബിത്ത് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങള് ഖലീഫയായ കാലത്ത് ഒരു കയ്യിൽ ഇറച്ചിപ്പൊതി, മറുകയ്യിൽ ചാട്ടവാറ്. ചാട്ടവാറ് എന്ന് പറഞ്ഞാല് എസ്പിന്റെ കയ്യിലുണ്ടാവൂല ഒരു വടി, അല്ലേ? ഒരു വടി അല്ലേ? അത് അന്നത്തെ ഖലീഫന്റെ ഒരു ലക്ഷണമാണ് ഈ ചാട്ടവാറ് പിടിച്ച് നടക്കുക. ഒരു കയ്യിൽ ഇറച്ചിപ്പൊതി വീട്ടിലേക്കുള്ള, മറുകയ്യിൽ ചാട്ടവാറ് നടന്നു പോവാണ്. അലി റളിയല്ലാഹു അൻഹു ഒരു കമ്പോളത്തിൽ നിന്ന് ഒരു ദിർഹമിന് മാംസം വാങ്ങി, എന്നിട്ടൊരു തുണിയിൽ പൊതിഞ്ഞു. ഇന്നത്തെ പോലെ പ്ലാസ്റ്റിക് കിറ്റൊന്നും ഇല്ലല്ലോ. ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഇറച്ചി മേടിച്ച തേക്കിന്റെ ഇല, വാഴയുടെ ഉണങ്ങിയ ഇലയിലൊക്കെ ഇന്ന് ഇറച്ചി, അല്ലെ? ഇവിടെ എങ്ങനെ എനിക്കറിയില്ല, അല്ലേ? അപ്പൊ അന്ന് അതൊന്നും ഇല്ല. അപ്പൊ അറേബ്യയിൽ തേക്കിന്റെ ഇലയൊന്നും കിട്ടൂല, വാഴയിലൊന്നും കിട്ടൂലല്ലോ. അവിടുത്തെ അവസ്ഥ നമുക്കറിയാലോ. അപ്പൊ അവര് പഴയ തുണിയിൽ കെട്ടിയാ കൊണ്ടുപോവുക. ഈ തുണിയിൽ കെട്ടി ഇങ്ങനെ അങ്ങാടിയിലൂടെ ഖലീഫയായ കാലത്ത് ഇങ്ങനെ പോകുമ്പോ പിറകെ ഒരു മുഅ്മിനായ സഹാബി വന്നിട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ അഹ്മിലു അൻക, ഒന്ന് തരുമോ? ഞാൻ പിടിക്കാം, പ്ലീസ്. അങ്ങത് പിടിച്ചു പോകല്ലേ, ഞാൻ പിടിക്കാം അങ്ങേക്ക് വേണ്ടി. ഫഖാല അബുൽ ഇയാലി അഹഖു അൻ യഹ്മില, പുള്ളേരെ തന്ത അത് എടുത്തുകൊണ്ടുകൊണ്ടാണ് ഏറ്റവും നല്ലത്. പുള്ളേരെ തന്ത ഞാനാ, ഇത് തിന്നാൻ പിള്ളേർക്ക് കൊണ്ടുപോവാണ്, ആ പുള്ളേരെ തന്ത അത് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. തൽക്കാലം നിങ്ങളിപ്പോൾ പിടിക്കേണ്ട, കൂടെ പോരെ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അധികാരത്തിൽ അവർ നമ്മെക്കാൾ ഉയർന്നവരായിരുന്നു.
ദുനിയാവിലെ പവറിൽ നമ്മളെക്കാൾ ഉയർന്നവരായിരുന്നു. ആത്മീയതയിൽ എത്രയോ ഉയരങ്ങളിൽ വിരാജിക്കുന്ന മഹാരഥന്മാരായിരുന്നു അവര്. എന്നിട്ട് അവരൊക്കെയും ജീവിതത്തിൽ ഇതാണ് കാണിച്ചതെങ്കിൽ, ഇങ്ങനെയാണ് ജീവിച്ചതെങ്കിൽ, നമുക്കതിന് മനപ്രയാസമുണ്ടെങ്കിൽ ഉറപ്പിച്ചോ നമ്മളിൽ കിബിറുണ്ട് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നമാ അന അബ്ദുൻ, ഞാനൊരു അടിമയാണ്, ഞാൻ അള്ളാഹിന്റെ അടിമയാണ്. അള്ളാഹു എന്നെ ഹബീബ് എന്ന് വിളിച്ചിട്ടുണ്ട്, അഷ്റഫുൽ ഖൽഖ് എന്ന സ്ഥാനം തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും ഞാനൊരു അടിമയാണ്. ഇന്നമാ അന അബ്ദുൻ, ഞാനൊരു അടിമയാണ്. അടിമയാണെന്ന് പറഞ്ഞാൽ ആകുലുകമായ ഉക്കുലുൽ അബ്ദു, ഒരു ദാസൻ അടിമ എങ്ങനെ തിന്നുന്നു അങ്ങനെ ഞാൻ തിന്നും. ഞാൻ രാജാവ് തിന്നും പോലെ തിന്നൂല. ഒരു അടിമ യജമാനന്റെ മുന്നിൽ എങ്ങനെയാണോ ഇരിക്കുന്നത്, ഇതുപോലെ ഞാൻ എന്റെ യജമാനനായ റബ്ബിന്റെ മുന്നിൽ ഇരിക്കും, അടിമ ഇരിക്കുന്നത് പോലെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കില്, നോക്കില്, പ്രവൃത്തിയിലൊക്കെ ഇത്തരം സിഗ്നലുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയുക ഉള്ളിൽ അഹങ്കാരമുണ്ട് എന്ന്. അത് തിരുത്താൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് കുറച്ച് അടയാളങ്ങളും പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ചികിത്സ പറഞ്ഞ് അവസാനിപ്പിക്കാം, അതിൻ്റെ മരുന്ന് കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അള്ളാഹു അഹങ്കാരം എന്ന് പറയുന്ന ആന്തരിക മഹാരോഗത്തിൽ നിന്ന് നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. മരണത്തിന് മുമ്പ് വിനയമുള്ളവരായി ജീവിച്ച് സമ്പൂർണ്ണ ഈമാനോടുകൂടെയുള്ള മരണം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ.